നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. PV അൻവറിന്റെ ആരോപണങ്ങൾ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് DGP. ഒരാരോപണവും ഒഴിവാക്കരുത്. പിഴവില്ലാത്ത റിപ്പോർട്ട് തയ്യാറാക്കണം. നിർദ്ദേശം നൽകിയത് അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ. P. ശശിക്കെതിരെ MV ഗോവിന്ദന് പരാതി നൽകി PV അൻവർ. നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അൻവർ. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി പരസ്യമാക്കി. പരാതി അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ശശിക്കെതിരായ പരാതി CPM സെക്രട്ടറി. ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് P. ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്ന് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി ഹൈക്കോടതി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന് പ്രോസിക്യൂഷൻ. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. കുട്ടൻ ബഷീർ എന്ന് പറയുന്ന ആൾക്കാർ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസ ഒക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം തടയാൻ നടപടിയുമായി തമിഴ് നടികർ സംഘം. പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരിഹാര സമിതി. കുറ്റം തെളിഞ്ഞാൽ സിനിമയിൽ നിന്ന് 5 വർഷം വിലക്ക്. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന് സൂചന. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും രാഷ്ട്രീയത്തിലേക്ക്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിക്കും. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി താരങ്ങൾ. വിശദമായി നോക്കാം. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്ന് DGP. നിർദ്ദേശം അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ. ഒരാരോപണവും ഒഴിവാക്കരുത്. പിഴവില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും DGP നിർദ്ദേശിച്ചു. VV വിനോദ് ചേർന്നു വിവരങ്ങളുമായി. വിനോദ്, DGPയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. ഒരാരോപണവും ഒഴിവാക്കരുത്. പിഴവില്ലാത്ത രീതിയിൽ വേണം റിപ്പോർട്ട് സമർപ്പിക്കാനെന്ന്. എത്രമാത്രം ആ വാക്കുകൾ അത് ശരിയാകും? പിഴവില്ലാതെ അന്വേഷണ റിപ്പോർട്ട് എത്രമാത്രം തയ്യാറാക്കാൻ സാധിക്കും വിനോദ? രാവിലെയാണ് യോഗം ചേർന്നത്. ഉച്ചയോടുകൂടി പിരിയുകയും വീണ്ടും 5 മണിക്ക് വൈകിട്ട് 5 മണിയോടുകൂടി വീണ്ടും യോഗം ചേരുകയുമായിരുന്നു. ഇപ്പോൾ ഈ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഇത് വസ്തുനിഷ്ഠമായി അന്വേഷിക്കണം, സമഗ്രമായി ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ADGP MRS കുമാർ നൽകിയ പരാതിയുമുണ്ട്. ഇക്കാര്യത്തിലും പരിശോധന നടത്തും. പ്രധാനമായും ഇപ്പോൾ ADGPക്കെതിരെയും അതോടൊപ്പം തന്നെ SP-ക്കെതിരെയും ഉയർന്ന പരാതികൾ. ഇതിൽ തന്നെ ADGPക്കെതിരെയുള്ള പരാതികൾ അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സമഗ്രമായി പരിശോധിക്കാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ 5 ഉദ്യോഗസ്ഥരാണ്. DGPക്ക് പുറമെ മറ്റ് 4 ഉദ്യോഗസ്ഥർ കൂടി സംഘത്തിലുണ്ട്. ഇതിൽ ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ഇക്കാര്യം പിന്നീട് ഒരു പട്ടികയാക്കും. അതിനുശേഷമായിരിക്കും അതനുസരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുക. PV അൻവറിന്റെ മൊഴി എടുക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ ഉണ്ടാകില്ല. പ്രാഥമിക അന്വേഷണം
പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം ഒരു ഘട്ടം പിന്നിടുമ്പോഴോ അത് അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യമില്ല. അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ ശേഷം ഈ മൊഴി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ. അത് വിശദമായി പരിശോധിക്കുക എന്നതാണ്. ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഇതൊരു പ്രഹസനമാണ്. 1 മാസമാണ് ഇതിന് സംഘത്തിന് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കണം. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, തീവ്രവാദ ബന്ധം, ഇതെല്ലാം തന്നെ അൻവർ ആരോപിച്ചിട്ടുണ്ട്. പി ശശി ഉൾപ്പെടെയുള്ളവർ. ശരി, അതാണ് സാഹചര്യം. എല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. എത്രമാത്രം ആ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പി വി അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയത് പി ശശിയെ ലക്ഷ്യമിട്ടാണ്. മറ്റന്നാൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി ചർച്ച ചെയ്യും. പി ശശി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ പാർട്ടി നേതൃത്വത്തിന് മുൻപിലുണ്ട്. അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. ഇന്നലെ അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക്. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ അദ്ദേഹം ചതിക്കപ്പെട്ടത്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദാറ്റ്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി വി അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പോൾ അവർ? അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ 1 മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങുണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. താൻ പരാതിയെല്ലാം പാർട്ടി നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി. ADGPയെ നിലനിർത്തി അന്വേഷണം തുടരുന്നതിലുള്ള അതൃപ്തിയും അൻവർ പങ്കുവച്ചു. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ പങ്കുവച്ചത്. താൻ നയിക്കുന്നത് വിപ്ലവമാണെന്നുമാണ് അൻവറിന്റെ നിലപാട്. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ് പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ്മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കില്ല തിരക്ക്, എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത്. ആ ഹെഡ്മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. ആളുകൾക്ക് എന്ത് ആരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്.
SFI സെക്രട്ടറിയായ കാലം മുതൽ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും പി ശശി. ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശശിയുടെ പ്രതികരണം. PV അൻവർ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. എല്ലാ വശങ്ങളും പരിശോധിക്കും. തൃശൂർ പൂരം സംബന്ധിച്ച VS സുനിൽകുമാർ ഉയർത്തിയ ആരോപണങ്ങളും പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ. PV അൻവറിന്റെ ആരോപണം നേരിടുന്നവർ ഭരണരംഗത്തെ പ്രമുഖരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടതിലെ ഗൂഢനീക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. RSS CPM ചർച്ചയെന്ന കാഴ്ചപ്പാട് CPIക്കില്ലെന്നും ബിനോയ് വിശ്വം. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJPയുടെ ഫോർമുലയാണെന്ന് BS സുനിൽകുമാർ. ആ ഫോർമുല തന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. രാത്രി വെടിക്കെട്ട് നടത്താതിരിക്കുകയും പകൽ പൂരത്തിന്റെ കൂടെ വെടിക്കെട്ട് നടത്താനുള്ള ഒരു ഫോർമുലയാണ് BJP മുന്നോട്ട് വെച്ചത്. പകൽ പൂരം കൂടി അവതാളത്തിലാക്കാനുള്ള ഫോർമുലകളാണ് അന്ന് BJP മുന്നോട്ട് വെച്ചതെന്നും BS സുനിൽകുമാർ. ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങുമെന്ന് KT ജലീൽ. പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും. PV അൻവർ MLA പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെയെന്നും അപ്പോൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം കാണാനാകുമെന്നും ജലീൽ FB പോസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP ആണെന്ന പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. 2023 RSS നേതാവ് ദത്താത്രേയ ഹൊസബുളെ ADGPയെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലയെന്നും ഏത് വിഷയം തീർക്കാനാണ് അജിത് കുമാറിനെ അയച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. BJPക്ക് അക്കൌണ്ട് തുറക്കാൻ ADGPയെ മുഖ്യമന്ത്രി ഇടനില നിർത്തിയെന്ന ആരോപണം VD സതീശൻ ഉന്നയിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP അജിത് കുമാറിനെയും സംരക്ഷിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഭയന്നിട്ടാണോ അവരെ? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ADGP ലോ ആൻഡ് ഓർഡർ വഴി RSS ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത്? ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത്? അതിന് കേരളത്തിലെ ഒരു RSS നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു RSS നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായി. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്, എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത്? ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും PV അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇത് CPMന്റെ ആഭ്യന്തര കാര്യമല്ല. ആരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? CPM കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ണും കാതും അടഞ്ഞുപോയോ എന്നും K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലെ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിൽ സംഘർഷം. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്.
ലൈംഗിക പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാതെ പ്രോസിക്യൂഷൻ. രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. 2009 സംഭവം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. പ്രോസിക്യൂഷന്റെ നിലപാട് പരിഗണിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. നടൻ നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി. നിവിൻ പീഡിപ്പിച്ചുവെന്ന് ആദ്യ പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നതായി പരാതിക്കാരി ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം നിവിനെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ലെന്ന് AIG പൂങ്കുഴലി വ്യക്തമാക്കി. തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നിവിൻ പോളി. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ നുണപരിശോധന ഉൾപ്പെടെ ഏതു നിയമ നടപടികളും നേരിടാൻ തയ്യാറാണെന്ന് പരാതിക്കാരി പറയുന്നു. നിവിനും സുഹൃത്തുക്കളും അത്ര ക്രൂരമായിട്ടാണ് തന്നോട് പെരുമാറിയത്. നാട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ നല്ല സമീപനമല്ല ലഭിച്ചതെന്നും ഒന്നാം പ്രതിയായ നിർമ്മാതാവിനെതിരെ അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നു. സുനിൽ എന്ന് പറയുന്നത്, ഞാൻ ഒന്നാമത്തെ പേര് ഈ ഒരു കേസിൽ സുനിൽ AK സുനിൽ എന്നാണ് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതുവരെ സുനിൽ എന്നൊരാൾ ഇതിനകത്ത് വന്നിട്ടില്ല. ഇതുവരെ നിവിൻ പോളിയുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. സുനിൽ എന്ന് പറയുന്ന ആൾ എവിടെ പോയി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളത് എനിക്കതെങ്ങനെ എഴുതാൻ അറിയാത്ത, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സർക്കിളിന് ഞാൻ മൊഴി കൊടുത്തിരുന്നു. കാരണം എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് മൊഴി കൊടുത്തിരുന്നു. പക്ഷെ അവർ ആ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയില്ല. നമുക്കൊരു നീതി കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിന്റെ ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. എന്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പോ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് നിവിൻ പോളിക്കെതിരായ പരാതി കൈമാറിയിട്ടില്ലെന്ന് AIG പൂങ്കുഴലി IPS പറഞ്ഞു. നിയമ നടപടികളുമായി ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പോളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. ന്യൂസ് 18 കൊച്ചി. നടൻ അലൻസിയറിനെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. യുവനടിയുടെ പരാതിയിൽ എറണാകുളം ചെമ്മനാട് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. IPC 354 ചുമത്തിയിരിക്കുന്നത്. 2017 ബംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി. സിനിമാ സെറ്റിൽ വെച്ചായിരുന്നു സംഭവം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രീതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് മുൻപിൽ തടസ്സങ്ങളില്ലെന്ന് സജി ചെറിയാൻ. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറും. സിനിമ കോൺക്ലേവ് സംസ്ഥാനത്തൊരു നയരൂപീകരണത്തിന് വേണ്ടി മാത്രമാണ്. WCC അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയോ വകുപ്പുതല മന്ത്രിയോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ല. കോടതിക്ക് മുൻപിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സർക്കാരിന് മുൻപിൽ യാതൊരു തടസ്സവുമില്ല എന്നും 10-ാം തീയതി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി. സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ളവകളിൽ നടപടിയുമായി തമിഴ് നടികർ സംഘം. ലൈംഗികാതിക്രമ പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരിഹാര സമിതി രൂപീകരിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ തമിഴ് സിനിമയിൽ നിന്നും 5 വർഷം വിലക്കും. ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായാൽ ആദ്യം പരാതി നൽകേണ്ടത് സംഘടനയ്ക്കാണ്. പരാതികൾ അറിയിക്കാൻ പ്രത്യേക ഇമെയിലും ഫോൺ നമ്പറും ഏർപ്പെടുത്തി. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം. ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഈക്വാലിറ്റി എന്ന സംഘടനയാണ് ആവശ്യം ഉന്നയിച്ചത്. മലയാള സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. സമാനമായി കന്നഡ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഒരു കമ്മിറ്റി വേണമെന്നാണ് ആവശ്യം. സ്ത്രീകൾക്ക് സുരക്ഷിതമായും സമത്വത്തോടെയും ജോലി ചെയ്യാൻ നടപടികൾ ആവശ്യമാണ്. അതിനാൽ ഒരു റിട്ടയർഡ് ജഡ്ജി നയിക്കുന്ന കമ്മിറ്റി കന്നഡ സിനിമയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. സംസ്ഥാന ഗവർണറായി ജസ്റ്റിസ് ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷ കാലാവധി നാളെ പൂർത്തിയാകും. പകരം ഗവർണറെ ഇതുവരെ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരുമായി നിരന്തരം പോർമുഖം തുറക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രം കാലാവധി നീട്ടി നൽകുകയെന്ന് സൂചനയുണ്ട്. മലപ്പുറം പെരുമ്പടവിൽ വീടിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ 3 പേർ മരിച്ചു. ഏറാട്ട് വീട്ടിൽ സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പൊന്നാനിക്കടുത്ത് മാറഞ്ചേരി പുറങ്ങിൽ സ്വദേശി മണികണ്ഠൻ വീട്ടിലെ കിടപ്പുമുറിക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് വീട്ടിലുള്ളവരെ പുറത്തെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന മണികണ്ഠൻ, ഭാര്യ റീന, മക്കളായ അനിരുദ്ധൻ, നന്ദന, മണികണ്ഠന്റെ അമ്മ സരസ്വതി എന്നിവരെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം മണികണ്ഠനും ഭാര്യയും അമ്മയും മരിച്ചു. മക്കൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
ഇവിടുന്ന് ഒരു കരിഞ്ഞ മണം വന്നിരുന്നു. പിന്നെ ശബ്ദം കേട്ടപ്പോൾ അവൾ അയൽവാസി ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, വേഗം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അയൽവാസി ഓടിച്ചപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങി. നോക്കുമ്പോൾ എല്ലാവരും കത്തിയിട്ട് അവിടെ ഇവിടെയായിട്ട് കിടക്കണം. വീടിന് തീപിടിച്ചതാകാമെന്നാണ് ആദ്യം പോലീസ് കരുതിയത്. എന്നാൽ പിന്നീട് സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് മണ്ണെണ്ണക്കുപ്പിയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെട്ടത്. പരിശോധനയിൽ മണികണ്ഠൻ കിടന്ന മുറിയിലാണ് തീ ആദ്യം പിടിച്ചതെന്ന് മനസ്സിലായി. സ്വന്തം മുറിയിലെ കട്ടിലിന് തീയിട്ട ശേഷം മണികണ്ഠൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ മറ്റുള്ളവർക്കും പൊള്ളലേറ്റു. പപ്പട കച്ചവടക്കാരനായ മണികണ്ഠന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് മകൾ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചത്. വിവാഹത്തിനായി പണം കണ്ടെത്താൻ മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ 2 പേർ വെന്തുമരിച്ച സംഭവം ആസൂത്രിതമെന്ന സംശയത്തിൽ പോലീസ്. കൊല്ലപ്പെട്ട വൈഷ്ണവയെ കത്തിക്കൊണ്ട് കുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നതാകാമെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച രണ്ടാമത്തെയാൾ വൈഷ്ണവിയുടെ 2ാം ഭർത്താവ് ബിനുകുമാറാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഗുസ്തി ചാമ്പ്യന്മാരായ വിനീഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജുൽന സീറ്റിൽ നിന്ന് ഫോഗട്ടും ബദ്ലി സീറ്റിൽ നിന്ന് പൂനിയയും മത്സരിക്കും. ഇരുവരും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി വീണ്ടും ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തിയും ഇരുവരും ചർച്ചകൾ നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയുമായും ഇരുവരും നേരത്തെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. IPL രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി ഇന്ത്യൻ ടീം മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം രാഹുൽ ഒഴിഞ്ഞിരുന്നു. അടുത്ത സീസണിലേക്കാണ് ദ്രാവിഡ് രാജസ്ഥാനുമായി കരാറൊപ്പിട്ടത്. ദ്രാവിഡിന്റെ സഹപരിശീലകനായി ഇന്ത്യൻ ടീം മുൻ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോഡിനെ എത്തിക്കാനും രാജസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6670, പവൻ 53,360. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5530, പവന് 44,240. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.